നമുക്ക് തിരുവനന്തപുരം ബാലരാമപുരം കൈത്തറി ഗ്രാമവും അവിടുത്തെ വിശേഷങ്ങളും കണ്ടാലോ. ഇതാണ് കേട്ടോ കൈത്തറി ഗ്രാമം വരുന്നത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. ആ വീടിന്റെ ഫ്രണ്ടിലൊക്കെ കോലമൊക്കെ ഇട്ട് നല്ല ഒരു രസമുണ്ട് കേട്ടോ. ഒരു തമിഴ് കൾച്ചറാണ്. നന്നായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അവിടുത്തെ ആൾക്കാർ. നല്ല രസമുണ്ട് കാണാനും. ഇത് ആ ഗ്രാമത്തിന്റെ അകത്തുള്ള ഒരു അമ്പലമാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഗ്രാമം തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഇനി നമുക്ക് ഷട്ടിൽ തറിയുടെ പ്രോസസ്സ് കാണാം. ഈ കാണുന്നതാണ് കേട്ടോ ഷട്ടിൽ തറി എന്ന് പറയുന്നത്. ഇദ്ദേഹം വർഷങ്ങളായിട്ട് ഈ തൊഴിൽ ചെയ്യുന്ന ആളാണ്. സാരിയാണ്, കസവ് സാരിയാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിന്റെ പ്രോസസ്സൊക്കെ കാണാൻ തന്നെ നല്ല രസമാണ്. ഇത് കണ്ടോ, ഇതുപോലെ ഒരു കുഴിയാണ് കേട്ടോ. ഈ കുഴിക്കകത്ത് ഇങ്ങനെ കാല് ഇട്ട് ഇറങ്ങിയിരുന്നാണ് ഈ തറി ചെയ്യുന്നത്, നെയ്യുന്നത്. ഇദ്ദേഹം എൻ്റെ അടുത്ത് അവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ ഗ്രാമങ്ങളെക്കുറിച്ചും ഒക്കെ എനിക്ക് പറഞ്ഞു തരുക. പുള്ളി അവിടുത്തെ അമ്പലത്തിലെ ക്ലർക്കാണ്. ഗ്രാമത്തില് പണ്ട് ഇവരുടെയൊക്കെ ചെറുപ്പകാലത്ത് തലമുറയായി വന്ന ഒരു തൊഴിലായിരുന്നു ഇത്. പൂരെ കഷ്ടപ്പാടെന്നാണ് പുള്ളി പറയുന്നത്. എന്നാലും പാപമില്ലാ തൊഴില്, പുണ്യം കിട്ടുന്ന തൊഴില് എന്നാണ് പറയപ്പെടുന്നത്. ശരി തന്നെ കേട്ടോ, പുണ്യം കിട്ടുന്ന തൊഴിൽ തന്നെയാണ് ശരിക്കും. ബാലരാമപുരം സാരിയും കോട്ടൺ തുണികളും ലോക പ്രശസ്ത കൈത്തറി തുണിത്തരങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. ഭൂപ്രദേശ സൂചിക പദവി ലഭിച്ച കേരളത്തിലെ ഒരു ഉൽപ്പന്നമാണ് ബാലരാമപുരം കൈത്തറി വസ്ത്രങ്ങൾ. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിലെ ഒരു ഗ്രാമപഞ്ചായത്താണ് ബാലരാമപുരം. തിരുവനന്തപുരത്തെ ചാല കമ്പോളം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പോളമാണ് ബാലരാമപുരം കമ്പോളം. ബാലരാമവർമ്മ മഹാരാജാവിന്റെ ഭരണകാലത്ത് ആണ് ബാലരാമപുരത്ത് ആദ്യമായി കൈത്തറി നെയ്ത്ത് ആരംഭിക്കുന്നത്. കാണാത്തവരുണ്ടെങ്കിൽ വന്ന് കാണണം കേട്ടോ. ഈ ഒരു പ്രോസസ്സും ഈ തറിയും കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് കാണിക്കണം. കാരണം ഈ ചർക്ക, പിന്നെ ഈ തറി, ഈ ഷട്ടിൽ തറി, ഇപ്പൊ ഇവര് ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇല്ലേ, കുട്ടികളെ കൊണ്ടുവന്ന് കാണിക്കും. ഈ കാണുന്ന നൂലില്ലേ, അപ്പൊ ഇങ്ങനെ വരുന്ന ഈ കെട്ട്, ഈ ചുറ്റുപോലത്തെ നൂലിനെ ചർക്കയിൽ ചുറ്റിയിട്ട് ഒരു ദണ്ട് പോലെ ഒരു സാധനമുണ്ട്. അപ്പൊ അതിനകത്താണ് ഇത് ചുറ്റിയെടുക്കുന്നത്. ഈ കാണുന്ന കെട്ടിടത്തിനകത്താണ് ഈ ഷട്ടിൽ തറി പ്രോസസ്സ് നടക്കുന്നത്. ഞാനിതിൻ്റെ ഒരു രസം കൊണ്ട് ഞാൻ ചെയ്തു നോക്കിയതാണ്. തുടക്കത്തിൽ ഞാൻ ചെയ്തപ്പോൾ നൂല് പൊട്ടിപ്പോയി, നമുക്കറിയില്ലല്ലോ. പിന്നെ പുള്ളി കെട്ടിത്തന്നു. അതിനുശേഷം ആ ഒരു ഫോഴ്സിൽ അങ്ങ് പോയപ്പം പിന്നെ നന്നായിട്ട് ചുറ്റാൻ പറ്റി. അങ്ങനെ കുറേ ചുറ്റിയായിരുന്നു. ഈ തറയിലിരിക്കുന്ന പച്ച കളറിൽ കാണുന്ന ദണ്ടില്ലേ, അപ്പോൾ അത് ഇപ്പോൾ പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്. പണ്ട് തടിയില ഒരു ദണ്ടിലായിരുന്നു ഈ നൂല് ചുറ്റിക്കൊണ്ടിരുന്നേ.
അവിടുത്തെ ഗ്രാമങ്ങളിലെ കുട്ടികൾക്കാണെങ്കിലും എല്ലാം ഈ കാര്യങ്ങളൊക്കെ അറിയാം. രാവിലെ ഇവര് ജോലി തുടങ്ങുന്നതിന് മുന്നേ ഈ തറിയിലാണെങ്കിലും ചർക്കയിലാണെങ്കിലും തൊട്ട് കണ്ണിലൊക്കെ വെച്ചിട്ടാണ് അവര് ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല കോൺസെൻട്രേഷൻ വേണം കേട്ടോ ഇത് ചെയ്യാൻ. കാരണം കയ്യിൽ നിന്ന് വിട്ടുപോയാൽ അതെല്ലാം ഇങ്ങനെ തെറിച്ചങ്ങ് പോകും ആ ദണ്ട്. അതാണ് കേട്ടോ ഞാൻ ചുറ്റിയെടുത്തത്. ഇത് കോലപ്പൊടിയാണ് കേട്ടോ. അവിടെ എല്ലാ വീടുകളുടെ ഫ്രണ്ടിലും അമ്പലങ്ങളുടെ ഫ്രണ്ടിലും ഒക്കെ കോലം ഇടും. അപ്പോൾ ആ പൊടിയായത്, വൈറ്റ് കളർ പൊടി. ഇത് ഗ്രാമത്തിൻ്റെ അകത്തുള്ള ഒരു കടയാണേ. അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒയറിൻ്റെ ബാഗ് കണ്ടോ. ഇപ്പം ഈ ബാഗൊക്കെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഗ്രാമങ്ങളിലെ സ്ത്രീകൾ ചെയ്യുന്ന ബാഗാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ കടയിലാണെങ്കിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഉപ്പിലിട്ട മാങ്ങയൊക്കെയാണേ. മാങ്ങയും പിന്നെ നെല്ലിക്ക, അങ്ങനെ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ ഉപ്പിലിട്ടതുണ്ടായിരുന്നു. ഈ കാണുന്നത് വേഷ്ടിയൊക്കെ ഇല്ലേ, ഇവിടെ നെയ്യുന്ന വേഷ്ടി മോഡുലേഷൻ ആക്കി വെക്കുന്നത്. അതായത് നമ്മൾ ഇങ്ങനെ മടക്കി ആ ഒരു സെറ്റായിട്ട് മടക്കി നമ്മൾ കടകളിലൊക്കെ വച്ചിരിക്കുന്ന കണ്ടില്ലേ, ആ മോഡുലേഷൻ പ്രോസസ്സ് ചെയ്യുന്നതാണ്. ഇപ്പം മെഷീനിലല്ല ചെയ്യുന്നത്, ഇപ്പം ഒരു കൈ കൊണ്ടാണ് ചെയ്യുന്നത്. തുടക്കം മുതലേ പുള്ളി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു തന്നത് അദ്ദേഹമാണ്. മോഡുലേഷൻ ആക്കി സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നതാട്ടോ ഈ കാണുന്ന വേഷ്ടികൾ. പിന്നെ ഈ കാണുന്നത് നമ്മുടെ വേഷ്ടിയുടെ കരയില്ലേ, കരയിൽ പല കളറുണ്ടല്ലോ. വേഷ്ടി ആയാലും
നമ്മുടെ സെറ്റ് മുണ്ടായാലും നേരിയത് സാരി ആയാലും അപ്പം അതിൻ്റെയൊക്കെ കര ചെയ്യുന്നില്ലേ, അതിൻ്റെയൊക്കെ കളർ നൂലുകളായി ഇരിക്കുന്ന എല്ലാം. ഈ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് പാവോട്ടം. അതായത് പാവ് ഓടുന്നത് കൊണ്ടാണ് പാവോട്ടം എന്ന് പറയുന്നത്. ഈ നൂല് ഇങ്ങനെ ചുറ്റിയെടുക്കുന്നതാട്ടോ, ആ ഒരു പ്രോസസ്സാണ്. അപ്പം ഇത് വീടുകളിൽ സ്ത്രീകൾ ചെയ്യുന്നത് അവിടുത്തെ ഗ്രാമത്തിൽ. ഇത് മൊത്തത്തിൽ 14 സാരിക്ക് പിന്നെ ബ്ലൗസിനും കൂടിയുള്ള ആണ് ഇതിൻ്റെ നീളം, മൊത്തത്തിലുള്ള നീളം. ഇതാണ് ഈ ചുറ്റിയെടുത്ത നൂലിൻ്റെ ബണ്ടിൽ കേട്ടോ. കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾ ഉറപ്പായിട്ടും കാണിക്കണം കേട്ടോ ഈ പ്രോസസ്സൊക്കെ. ഇത് ഗ്രാമത്തിനകത്തുള്ള ഒരു കടയാണേ, ഈ സ്നാക്സിൻ്റെ ഒക്കെ കട. മിക്സ്ചർ, ചിപ്സ്, കപ്പലണ്ടി മുട്ടായി, മുറുക്ക്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. എല്ലാം നല്ല ഫ്രഷ് സാധനങ്ങളാണ്. കപ്പലണ്ടി മുട്ടായി ഇരിക്കുന്നുണ്ടോ, അതിമധുരം. ഈ കാണുന്നത് പാവോട്ടം തന്നെയാണ്. കസവ് നൂലും വെള്ളി നൂലും ഒക്കെ ചെയ്യുന്നതാ. ഇതെല്ലാം വീടുകളിലാട്ടോ ചെയ്യുന്നേ. ഇതുപോലെ നൂല് ചുറ്റുന്ന ഇതുപോലത്തെ ഒരു മെഷീൻ തന്നെയാണ്. മെഷീൻ എന്ന് പറയാൻ പറ്റില്ല, കൈകൊണ്ട് തന്നെയാണ് ഇതെല്ലാം കറക്കുന്നത്. ഈ കാണുന്നത് കുറേ സ്ത്രീകൾ നെയ്യുന്നതാണ്. അതായത് വേഷ്ടി, ഇപ്പം നെയ്തുകൊണ്ടിരിക്കുന്നത് വേഷ്ടിയാണ്.
നിങ്ങൾ നേരിട്ട് തന്നെ ഈ പ്രോസസ്സൊക്കെ വന്ന് കാണണം കേട്ടോ. ഗ്രാമത്തിലെ പൂച്ചയാ, അവൻ എൻ്റെ കൂടെ വരണമെന്നുണ്ട്. ഇതാണ് അവർ നെയ്തെടുത്ത വേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇത് അവിടെ മടക്കി വെച്ചേക്കുക. ഇതൊക്കെ ഹാൻഡ്ലൂമാണ്. താഴെ നെയ്യുന്നതിൻ്റെ മുകളിലുള്ള കടയാ. ഈ മേലെ കാണുന്നത് സ്പിന്നിങ് മില്ലിൽ നിന്ന് വരുന്ന നൂലാണ്. അപ്പോൾ ഇത് നനച്ചാണ് ഇവർ ചുറ്റി ഈ കൈത്തറിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ ഷോപ്പിന്റെ തൊട്ട് താഴെയാണ് നെയ്ത്ത്. ഇത് ഗോൾഡൻ കളർ നൂല് ചുറ്റി വെച്ചേക്കുന്നതാട്ടോ. കസവ് സാരിയുടെയും വേഷ്ടിയുടെയും സെറ്റ് മുണ്ടിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. ഓണത്തിന് വേണ്ടി വാങ്ങുന്നവർക്ക് ഇവിടെ വന്ന് വാങ്ങാം. ഇത് മൊത്തം ഫുൾ മുണ്ടിൻ്റെയും സാരിയുടെയും സെറ്റ് മുണ്ടിൻ്റെയൊക്കെ കളക്ഷൻ ആട്ടോ. ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഈ ഒരു കട മാത്രമല്ല, അവിടെ ഒരുപാട് കടകളുണ്ട്. ഇതിപ്പോൾ ഇവർക്ക് തന്നെ താഴെ നെയ്യുന്ന സാധനം തന്നെയാണ് മേലോട്ട് വരുന്നത്. ബെഡ്ഷീറ്റ്, തോർത്ത് എല്ലാം ഉണ്ട്. ഇതൊക്കെ ബെഡ്ഷീറ്റ് ആട്ടോ. ഇതെല്ലാം കസവ് സാരി, പിന്നെ കരസാരി, ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ, ഒരുപാട്. ചെറിയ എമൗണ്ട് മുതൽ വലിയ എമൗണ്ട് വരെ ഉള്ളതുണ്ട്. ഇതെല്ലാം കളർ സാരികളാണേ, നല്ല പ്യുവർ കോട്ടൺ ആട്ടോ, നല്ല കോട്ടൺ സാരികളാണ്. നല്ല കളർഫുൾ സാരികളും ഉണ്ട്. കണ്ടോ ഇതിൻ്റെയൊക്കെ ഭംഗിയുണ്ടോ? അയ്യോ, എന്ത് നല്ല അടിപൊളി കളറാണെന്നറിയോ ഈ കളർ കോമ്പിനേഷൻ. നല്ല രസമുണ്ട്. ഇതൊക്കെ കോട്ടൺ സാരി ആട്ടോ, നല്ല കോട്ടൺ സാരി, പ്യുവർ കോട്ടൺ, സോഫ്റ്റ് കോട്ടൺ ആട്ടോ.
ഈ കാണുന്ന സാരികളെല്ലാം ഹാൻഡ്ലൂമാണ് കേട്ടോ. ഇത് ഗ്രാമത്തിനകത്തുള്ള നല്ല ഒരു ഭംഗിയുള്ള ഒരു കടയാട്ടോ. നല്ല ഒരു രസമുണ്ട് കാണാൻ. ഗ്രാമത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോഴത്തേനും രണ്ട് സൈഡിലും കൈത്തറിയുടെ കടകളാട്ടോ. കൈത്തറി വസ്ത്രങ്ങൾ വാങ്ങുന്നവർക്ക് നേരെ ഇങ്ങോട്ട് പോയാൽ മതി. ഓണത്തിൻ്റെ ആവശ്യത്തിനുള്ള സാരികളായാലും ഒരേപോലത്തെ ഡ്രസ്സുകളാണെങ്കിലും എല്ലാം ഇവിടുന്ന് വാങ്ങാം.